ഹലോ അസ്സാം വലൈക്കും. ഇനി നമ്മളെ ലാസ്റ്റ് ഡേ ആട്ടോ നമ്മുടെ മണാലിയത്തത്. ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ തണുപ്പാലോചിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കഴിച്ചില്ലായാൽ മതി എന്നുള്ളതും ഉണ്ട് കേട്ടോ. നമ്മളെ റൂമിന്റെ മുമ്പിൽ ഞാൻ വന്നെന്ന് നിങ്ങൾക്ക് കാണിച്ചെന്ന ആ ഒരു മലന്നെയാട്ടോ കാണുന്നത്. പക്ഷെ നല്ല വ്യത്യാസം തോന്നില്ല എനിക്ക്. അത് നമ്മുടെ ആ സ്നോഫാൾ വന്നതിന്റെ വ്യത്യാസമാണ് കേട്ടോ. നമ്മൾ വന്നപ്പോൾ അവിടെയൊക്കെ കണ്ടീന ആ മലയൊന്നും ഇപ്പോൾ കാണുന്നതല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് അവിടെ അത്യാവശ്യം നല്ല സ്നോഫാൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് കേട്ടോ. കാരണം അവിടെ ബാക്കിലായിട്ട് അത്യാവശ്യം നല്ലൊരു മലയും കൂടി ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് കുറച്ചു നേരം നിന്ന് ഇപ്പൊ തിരിച്ചിറങ്ങാണ് കേട്ടോ റൂമിൽ നിന്ന്. നമ്മളെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി. നമ്മുടെ ഡ്രൈവർ നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. അത് ഇപ്പോൾ സ്നോഫോൾ ഉണ്ടായതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റാത്ത രണ്ട് സാധനങ്ങളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കാണാനായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും കാണുന്ന സംഭവങ്ങൾ നമുക്ക് കാണാതിരുന്നാലുള്ള ഒരു ഇടങ്ങേറുണ്ടാവില്ലേ, അതേമാതിരി ചെറിയൊരു ഇടങ്ങേറുണ്ടായിരുന്നു കേട്ടോ. അതെന്താന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്, സൂര്യനും ബസ്സും. ഞാൻ ഇവിടെ വന്നിട്ട് ഈ രണ്ട് സാധനങ്ങളും കണ്ടിട്ടില്ല. ബസ് ഒന്നോ രണ്ടോ ആയിട്ട് കണ്ടെന്നല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അതേമാതിരി സൂര്യന് ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം മൂപ്പര് എവിടെയോ നിന്ന് ആർക്കോ പൈസ കൊടുത്തെങ്ങാണ്ട് ഇവിടെ ലേറ്റ് എത്തിക്കണ അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം ഞാൻ ആകാശത്തേക്ക് നോക്കിയിട്ട് അവിടെ എനിക്ക് സൂര്യനെ കണ്ടതായിട്ട് തോന്നിയില്ല. ഞാൻ ആരെങ്കിലും അവിടുന്ന് മണാലിയിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മളിന്ന് വിവരം അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ എത്തിക്കണത് കുളുവിലാണ് കേട്ടോ. കുളുവിൽ റിവർ ഡ്രാഫ്റ്റിങ്ങിന്റെ ഏരിയക്കാട്ടോ നമ്മൾ വന്നത്. നമ്മുടെ പാക്കേജിൽ റിവർ ഡ്രാഫ്റ്റിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ വെള്ളത്തിന്റെ തണുപ്പും പുറത്തുള്ള തണുപ്പും ഒക്കെ പാടെ ആലോചിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് തോന്നിയില്ല കേട്ടോ. നല്ല രസമൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് കുറേ ഡ്രൈവറും പറഞ്ഞു, പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ ചെയ്ത് നോക്കിയും എക്സ്പീരിയൻസ് അല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ അത്യാവശ്യം പുഴയിലൊക്കെ പോകുന്നതുകൊണ്ട് നമുക്കത് ഇത്ര വലിയ ഹൈപ്പായിട്ട് തോന്നിയില്ലെങ്കിലും വേറെ സ്ഥലത്ത് പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേറെ രസമാണല്ലോ. പക്ഷെ നമുക്ക് തണുപ്പാലോചിച്ചിട്ട് ചെയ്യാൻ തോന്നിയില്ല. നല്ലൊരു കുടയാണ് കേട്ടോ. മൂപ്പരത് കേടെടുത്തി. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വന്നത്. ഞാൻ സ്കൂളിൽ പോയിട്ട് ഇതേമാതിരി അമ്പലം മറിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കുട അതേമാതിരി ചെയ്യും. പക്ഷേ വീട്ടിലെത്തുമ്പോൾ അതിൻ്റെ കമ്പിയും ചില്ലൊക്കെ ഒടിച്ചിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് ചീത്തയും കിട്ടിയിരുന്നു, എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നാഗർ കാസ്ലെ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. അത് ഹോട്ടലും ആണ്, പിന്നെ അതേമാതിരി ചെറിയൊരു എന്താ പറയുക ഒരു കൊട്ടാരമാണെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ കണ്ടത് ഒരു ബിസിനസ് മൈൻഡാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ റൂംസുകളുണ്ട്, ആൾക്കാർക്ക് താമസിക്കാനുള്ള റൂംസുകളുണ്ട്. എന്നാൽ അത് പുറത്ത് അത്യാവശ്യം നല്ലൊരു പഴമയെ ഓർമ്മിപ്പിക്കുന്ന ചെറിയൊരു കൊട്ടാരന്മാരെ ആക്കുകയും ചെയ്തിരിക്കണം. 2 വരുമാനമാണ് ഒരു കയ്യിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ അത് കണ്ട് കുറേ നേരം ആലോചിച്ചിരുന്നു കേട്ടോ. എന്തുകൊണ്ട് നമ്മളെ നാട്ടിലും ഇങ്ങനെ ചെയ്തു. നമ്മളെ നാട്ടിൽ പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്നും ആലോചിച്ചാൻ പോയില്ല കേട്ടോ. പിന്നെ ഇവിടെ എന്തോ ഒരു പ്രത്യേകിച്ച് അണ്ടർഗ്രൗണ്ടിൽ എന്തോ ഒരു സംഭവം ഉണ്ട് കാരണം കണ്ടാട്ടോ ഞങ്ങൾ നടന്നു പോയത്. ആ കൊട്ടാരം മുഴുവൻ ഞങ്ങൾ നടന്നു കേട്ടോ. നടന്ന് ഞങ്ങൾ എത്തിയത് ഇതാ ഈ ഒരു ഏരിയക്ക് കേട്ടോ. ഈ ഒരു ഏരിയയിലാണ്. ഇതാണ് ഇപ്പോൾ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഇത് കണ്ട് ഞാൻ കുറേ ചിരിക്കണോ കരയണോ എന്ന് കുറേ ആലോചിച്ചു. കാരണം ഇത് നമ്മുടെ സ്കൂളിൽ കുട്ടികളുടെ എക്സിബിഷൻ വെക്കും ഇതിലാറ സാധനങ്ങൾ. ഇത് കാണാൻ വേണ്ടി ഇഷ്ടംമാതിരി ടൂറിസ്റ്റ് ആൾക്കാരാട്ടോ അങ്ങോട്ട് വരുന്നത്. ആ കൂട്ടത്തിൽ ഞങ്ങളും പെട്ടു. പറഞ്ഞിട്ട് കാര്യമല്ല, എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് അതിന്റെ ചരിത്രങ്ങളെ പറ്റി ഒന്ന് അന്വേഷിക്കാം കേട്ടോ. പക്ഷെ എനിക്ക് അവിടെ പ്രത്യേകിച്ച് ചരിത്രങ്ങളൊന്നും എഴുതി വെക്കാത്തത് കൊണ്ട് എനിക്ക് അറിയാൻ പറ്റിയില്ല കേട്ടോ. കുറച്ചേരൊക്കെ നോക്കി നിന്നു. അപ്പോഴാണ് അപ്പുറത്തിരിക്കണ ചേച്ചി അതിന്റെ മക്കൾക്ക് മോൺസ്റ്റർ പറഞ്ഞാൽ കാണിച്ച് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുഖംമൂടിനൊക്കെ. ഇത് നമുക്ക് അവിടെ നിന്ന് ഇട്ടൊരു പട്ടിക്കുട്ടിയാണ് കേട്ടോ. മൂപ്പരടക്കം കമ്പിളി പോപ്പ് വെച്ചുകൊണ്ട് അങ്ങനെ അതാ നമ്മൾ കാറിൽ കയറി നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. നമ്മൾ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഏകദേശം 6:30 ആകുമ്പോഴാണ് എത്തുക എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഏകദേശം ഒരു 3:30-4 മണിയാവാൻ നേരത്തേക്ക് നമ്മുടെ കിറക്കൊക്കെ കഴിഞ്ഞാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു 6:30 ആയപ്പോൾ നമുക്ക് സിഗ്നൽ വന്നു കേട്ടോ, ബസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അതായത് കണ്ടക്ടർ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ് ഇവിടെ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ കാർ ഡ്രൈവറോട് യാത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. 3 ദിവസം മൂപ്പര് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ മൂപ്പരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഞാൻ മണാലി കാണാം, മഞ്ഞ് കാണാമെന്നുണ്ടെങ്കിൽ എനിക്കത് സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഞാൻ കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ നമ്മുടെ കാർ ഡ്രൈവറോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് അടുത്ത ടാസ്ക് പറഞ്ഞാൽ നമ്മുടെ ബസ് കണ്ടുപിടിക്കുക കേട്ടോ. ഒരു 10-30 ബസ് ഉണ്ടാവും സ്റ്റാൻഡിൽ. അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് നമ്മളെ ബസ് കണ്ടുപിടിക്കണം. നമ്മുടെ ബസ്സിൻ്റെ നമ്പർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാ ബസ്സിൻ്റെയും മുന്നിൽ കൂടി പോയി നോക്കി. അവസാനം നമുക്ക് നമ്മുടെ ബസ് കിട്ടി കേട്ടോ. കാശി ടൂറിസ്റ്റ് എന്നായിരുന്നു നമ്മുടെ ബസ്സിൻ്റെ പേര്. ബസ്സിൻ്റെ പേര് കേട്ടോ. അങ്ങനെ അതിൽ കയറി നമുക്ക് 37-35 ആയിരുന്നു കേട്ടോ സീറ്റ് നമ്പർ. അങ്ങനെ നമ്മൾ അതിൽ കയറി ഇരുന്ന് ഇനി നമുക്ക് യാത്ര തുടങ്ങണം. നമ്മൾ ഏകദേശം ഒരു നേരം വെളുത്ത് ഒരു 5 മണി 5:30-6 മണി ആവാൻ നേരത്തേക്കായിരിക്കും നമ്മൾ ഡൽഹിയിലേക്ക് എത്താമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ബസ് എടുക്കാൻ കുറച്ച് ടൈം എടുത്തു. എന്തൊക്കെയോ ആൾക്കാർ വരാത്തതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഡൽഹിയിലൊന്ന് പോകുന്നപ്പോൾ നമ്മൾ കുറച്ച് വൈകിയില്ലേ, അതേമാതിരി ആരെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാവും വൈകിക്കാനായിട്ട്. അങ്ങനെ പോരുന്ന വൈക്ക് പകുതിക്കുന്ന് ബസ് നിർത്തി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. റേറ്റാണ് ഫുഡിനൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ദോശ വാങ്ങിച്ചത് ഞങ്ങൾ 50-50 ആയിട്ടാണ് കഴിച്ചത്. ഞങ്ങൾക്ക് അതന്നെ ധാരാളമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്